ആലപ്പുഴ മെഡിക്കൽ കോളേജ് കേരളത്തിലെ ആദ്യ പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ്. അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. അഭിമാനക്ഷതമേറ്റ ഒരു മനുഷ്യന്റെ തിരിച്ചടിയുടെ. MBBS സീറ്റിനായി മണിപ്പാലിലെത്തിയ ഒരു മനുഷ്യനോട് അവിടുത്തെ മാനേജ്മെന്റ് വളരെ പരുഷമായി പെരുമാറി. അതിൽ അദ്ദേഹത്തിന് തോന്നിയ നീരസവും അഭിമാനക്ഷതവും ചെന്ന് അവസാനിക്കുന്നത് TD മെഡിക്കൽ കോളേജ് എന്ന ബൃഹത് സംരംഭത്തിലാണ്. കാലം 1950കളുടെ അവസാനം. അക്കാലത്ത് ഇന്ത്യയിൽ MBBS സീറ്റുകൾ മുൻകൂറായി ഫീസ് അടച്ച് ബുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ മണിപ്പാലിൽ ബുക്ക് ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് MBBS സീറ്റ് ലഭിക്കാതെ വന്നു. ആ വിദ്യാർത്ഥി ആലപ്പുഴയിലെ പ്രമുഖ ജേർണലിസ്റ്റും സാമൂഹിക പ്രവർത്തകനുമൊക്കെ ആയിരുന്ന ശ്രീ NV പ്രഭുവിനെ സമീപിച്ചു. ഈ NV പ്രഭു മണിപ്പാൽ കോളേജുകളുടെ സ്ഥാപകനായിരുന്ന TMA പൈയുടെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം ഈ വിദ്യാർത്ഥിയെയും കൂട്ടി TMA പയ്യെ ചെന്ന് കണ്ടു. എന്നാൽ തന്റെ സുഹൃത്തിൽ നിന്ന് വളരെ പരുഷമായ പെരുമാറ്റമാണ് ശ്രീ NV പ്രഭുവിന് നേരിടേണ്ടി വന്നത്. ഈ അഭിമാനക്ഷതം NV പ്രഭുവിന്റെ മനസ്സിൽ ഒരു കനൽ കോരിയിട്ടു. NV പ്രഭു അന്ന് മടങ്ങുന്നത് ഒരു തീരുമാനവുമായിട്ടാണ്. ആലപ്പുഴയിൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉണ്ടാവണം. ആദ്യപടിയായി ജേർണലിസ്റ്റായിരുന്ന പ്രഭു പത്രമാധ്യമങ്ങളിലൂടെ ജനസമ്മതി തേടി. അന്ന് ആരോഗ്യരംഗത്ത് വളരെ പിന്നോക്കമായിരുന്ന ആലപ്പുഴ ജില്ല മുഴുവൻ അദ്ദേഹത്തിനൊപ്പം നിന്നു. സർക്കാരിനും സമ്മതം. ആരോഗ്യമന്ത്രിയായിരുന്ന VK വേലപ്പനും രാഷ്ട്രീയ പ്രമുഖരായിരുന്ന PT ചാക്കോ, TV തോമസ് എന്നിവരും അദ്ദേഹത്തെ പിന്തുണച്ചു. കോളേജ് നിർമ്മിച്ചാൽ ആലപ്പുഴ ജില്ലാ ആശുപത്രി ഒരു ടീച്ചിംഗ് ഹോസ്പിറ്റലായി വിട്ടു നൽകാമെന്നും സർക്കാർ സമ്മതിച്ചു. സാമ്പത്തികമായിരുന്നു അടുത്ത പ്രശ്നം. ആലപ്പുഴയിലെ കൊങ്ങണി ബ്രാഹ്മണ സമൂഹത്തിന്റെ പിന്തുണയും തിരുമല ദേവസ്വത്തിന്റെ നേതൃത്വവും ഈ കാര്യത്തിൽ നേടിയെടുക്കാൻ പ്രഭുവിന് സാധിച്ചു. ഒടുവിൽ അദ്ദേഹത്തിന്റെ സ്വന്തം വീട് തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനായി വിൽക്കേണ്ടി വന്നു. ചേർത്തലയിലെ 11ാം മൈലിലും കോമളപുരത്തുമൊക്കെ സ്ഥലം അന്വേഷിച്ചെങ്കിലും നറുക്കു വീണത് വണ്ടാനത്ത് കാട് പിടിച്ചു കിടന്ന 110 ഏക്കർ സ്ഥലത്തിനാണ്. അസാധ്യ പരിശ്രമിയായിരുന്ന പ്രഭു നെഹ്റുവിനെ ചെന്ന് കണ്ട് പിന്തുണ തേടി. ഒട്ടും വൈകാതെ കേന്ദ്രത്തിൽ നിന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന സുശീല നയ്യാർ വഴി ടെലിഗ്രാം എത്തി. 5 ലക്ഷം രൂപ മെഡിക്കൽ കോളേജിനായി അനുവദിച്ചിരിക്കുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന R ശങ്കർ തറക്കല്ലിട്ടു. 1963 ആദ്യ ബാച്ച് 50 കുട്ടികൾ. ഇന്ത്യ ഒട്ടാകെ നിന്ന് വിദ്യാർത്ഥികൾ ആലപ്പുഴയിലെത്തി. അന്ന് TD മെഡിക്കൽ കോളേജ് ട്രസ്റ്റിനായിരുന്നു ഭരണമേൽനോട്ടം. പക്ഷേ 1967 കേരള യൂണിവേഴ്സിറ്റി അഡ്വാൻസ് ആയി ക്യാപിറ്റേഷൻ ഫീ വാങ്ങുന്നത് നിർത്തലാക്കി. ഇത് ട്രസ്റ്റിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചു. കോളേജ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചു. TDMC ട്രസ്റ്റിന്റെ ഓഫീസിന് അവർ തീയിട്ടു. ഇത് NV പ്രഭുവിനെ അങ്ങേയറ്റം വിഷമിപ്പിച്ചു. അതോടെ പ്രഭുവിന് അദ്ദേഹം അശ്രാന്ത പരിശ്രമം കൊണ്ട് കെട്ടിപ്പടുത്ത മെഡിക്കൽ കോളേജ് സർക്കാരിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. സാമ്പത്തികമായി അന്ന് നഷ്ടപരിഹാരമായി തിരുമല ദേവസ്വത്തിന് സർക്കാർ ഒന്നും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് തിരുമല ദേവസ്വം മെഡിക്കൽ കോളേജ് എന്നാണ് പേര്. ഒരു രസകരമായ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ചുണ്ടൻ വള്ളങ്ങൾക്ക് ഇംഗ്ലീഷിൽ സ്നേക്ക് ബോട്ട് എന്നാണ് പറയുക. ഈ വാക്ക് കോയിൻ ചെയ്തതും NV പ്രഭുവാണ്.